ഹായ് ഓൾ, വെൽക്കം ടു സ്കൂൾ ഗുരു ലേണിംഗ് ആപ്പ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ എന്താണ്, ക്രിയാശീല ശ്രേണിയും അതുപോലെ വൈദ്യുത രസതന്ത്രം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. നമ്മൾ എന്തൊക്കെയാണ് മക്കളെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? ആദ്യം തന്നെ നമ്മൾ ക്രിയാശീല ശ്രേണിയെ പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്രിയാശീല ശ്രേണി എന്താണെന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ വൈദ്യുത രസതന്ത്രവും, വൈദ്യുതി എന്താണെന്ന് നമുക്കറിയാം, രസതന്ത്രം എന്താണെന്നും നമുക്കറിയാം. അപ്പോൾ വൈദ്യുതിയും രസതന്ത്രവും തമ്മിലുള്ള കണക്ഷൻ അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, റിയാക്ഷൻസ് ഒക്കെ വരും. ആ റിയാക്ഷൻസ് ഒക്കെ പറയും പോലെ തന്നെ പഠിച്ചിരിക്കുക. എല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ലേ? സാധാരണ പോലെ തന്നെ കുറച്ച് ചിത്രങ്ങൾ. ഇവിടെ എന്തൊക്കെയാണ് മക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ടോർച്ച് ഉണ്ട്, ടോർച്ചിൻ്റെ സെല്ലുണ്ട്, ഒരുപാട് ബാറ്ററികൾ തന്നിട്ടുണ്ട്, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സെല്ലിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് മെറ്റലിനെ പറ്റിയാണ്. മെറ്റൽ അഥവാ ലോഹങ്ങളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ മെറ്റൽസിനെ പറ്റിയും ലോഹങ്ങളെ പറ്റിയും. ഈ ചാപ്റ്റർ കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്ററിലും നമ്മൾ മെറ്റലുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കണ്ടും കേട്ടും പരിചയമൊക്കെ ഉള്ളതാണ് മെറ്റൽസ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം മക്കളെ? മെറ്റൽസിൻ്റെ റിയാക്ഷനെ പറ്റിയാണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ്. ഓക്കെ, എല്ലാ മെറ്റലും നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ കുറച്ച് മെറ്റൽസ് മാത്രം. നമുക്ക് നോക്കാം ഏതൊക്കെ മെറ്റലുകളെയാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാമായിട്ടുള്ള റിയാക്ഷൻ ഇല്ല, നമുക്ക് ആകെ 3 എണ്ണമായിട്ടുള്ള റിയാക്ഷനാണ്. ഒന്ന് നമ്മൾ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ പഠിക്കും, പിന്നെ എയറുമായിട്ടുള്ള റിയാക്ഷൻ പഠിക്കും, പിന്നെ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പഠിക്കും. അങ്ങനെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് മെറ്റൽസും, അത് വാട്ടർ, എയർ, പിന്നെ എന്താണ് ആസിഡ്, അതുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റിയാക്ഷനാണ് എന്ത് നോക്കും മക്കളെ? ജലവുമായിട്ടുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം. അതിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പരീക്ഷണമാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഞാൻ പറയുന്നത്. ജലവുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 3 ബീക്കറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 3 ബീക്കർ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിലെന്തായിരിക്കണം? തുല്യ അളവിൽ ജലം എടുക്കണം. എൻ്റെ കയ്യിൽ 3 ബീക്കറുണ്ട്. ബീക്കർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലേ? ഇതാ ഇങ്ങനെ ഉണ്ടായിരിക്കും ഒരു ബീക്കർ. അതുപോലത്തെ 3 ബീക്കർ ഞാൻ എടുത്തു. 1, 2, 3 ബീക്കറാണ് ഞാൻ എടുത്തത്. അതിലെന്ത് വേണം? തുല്യ അളവിൽ ജലം എടുത്തിട്ടുണ്ട്. തുല്യ അളവിൽ, എല്ലാത്തിലും തുല്യ അളവിൽ ജലം എടുത്തിട്ടുണ്ട്. വാട്ടറാണ് ഇതിലുള്ളത്. എന്നിട്ടോ സോഡിയം, മഗ്നീഷ്യം, കോപ്പർ, ഇവയുടെ ഒരേപോലെയുള്ള കഷ്ണങ്ങൾ ഈ 3 ബീക്കറിലേക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് എലമെൻറ്റ്സ് വേണ്ടത്? സോഡിയം വേണം, മഗ്നീഷ്യം വേണം, അതുപോലെ കോപ്പർ വേണം. അപ്പം എന്തൊക്കെയാണ് അവിടെ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്, എന്താണ് അവിടെ നടക്കുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്ന് നോക്കാം. ആദ്യത്തെ ബീക്കറിലേക്ക്, ബീക്കർ നമ്പർ 1ലേക്ക് ഞാൻ എന്തിട്ടു എന്നറിയോ? സോഡിയം ഇടുകയാണ് കേട്ടോ. സോഡിയം ഇട്ടു. ഇതിൽ എന്താ ഉള്ളത്? H2O അഥവാ ജലതന്മാത്രകളാണ്, വാട്ടർ മോളിക്യൂൾസ് ആണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ സോഡിയം ഇടുമ്പോൾ തന്നെ എന്ത് നടക്കും എന്നറിയാം മക്കളെ? സോഡിയം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ്. വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും വാട്ടറുമായിട്ട്. സോഡിയം ഈ വെള്ളത്തിലേക്ക് കാണേണ്ട താമസം അതിങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ സോഡിയം വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുക? വിഗറസ് ആയിട്ട് റിയാക്ഷൻ സംഭവിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നിങ്ങളിത് പൂരിപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ സോഡിയം, ഇപ്പം ഞാൻ തണുത്ത ജലമാണ് എടുത്തത്, വെറും വെള്ളമല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് തണുത്ത ജലമാണ് കേട്ടോ. സോഡിയം ഇടുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുക? വിഗറസ് ആയിട്ട് റിയാക്ഷൻ സംഭവിക്കും. ഓക്കെ, സോഡിയം ഇടുന്ന സമയത്ത് വിഗറസ് ആയിട്ട് റിയാക്ഷൻ, അല്ലെങ്കിൽ എന്തോരും പെട്ടെന്ന് തന്നെ
റിയാക്ഷൻ നടക്കും, വിഗറസ് ആയിട്ട് റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇനി അടുത്ത ബീക്കറിലേക്ക് ഞാൻ ഏതാ ഇടാൻ പോകുന്നത്? മഗ്നീഷ്യമാണ് ഇടാൻ പോകുന്നത്. രണ്ടാമത്തെ ബീക്കറിലേക്ക് ഞാൻ മഗ്നീഷ്യം ഇട്ടു. എന്ത് സംഭവിക്കും എന്നറിയോ? മഗ്നീഷ്യം ഇടുകയാണെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആ ബീക്കറിൽ അതുപോലെ മഗ്നീഷ്യം കിടക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് മഗ്നീഷ്യം ഇട്ടാൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മഗ്നീഷ്യം ഇട്ട ബീക്കറിൽ ഒരു രാസപ്രവർത്തനവും നടക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ബീക്കറിൽ ഞാൻ ഏതാ ഇടുന്നത് മക്കളെ? കോപ്പറാണ് ഇടുന്നത്. കോപ്പറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് മൂന്നാമത്തെ ബീക്കറിൽ ഇട്ടു. എന്ത് സംഭവിക്കും എന്നറിയോ? കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ ബീക്കറിലും ഒരു മാറ്റവും കാണുന്നില്ല. ഓക്കെ, കോപ്പറും ഇട്ടു, മഗ്നീഷ്യം ഇട്ടു, ഒരു മാറ്റവും ഇല്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എന്താ മക്കളെ കണ്ടത്? സോഡിയം മാത്രമാണ് ജലവുമായിട്ട് അല്ലെങ്കിൽ തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്തത്. ബാക്കി മഗ്നീഷ്യവും കോപ്പറും തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്തില്ല. ഇനി തണുത്ത ജലം ഒന്ന് മാറ്റി ഞാൻ കുറച്ച് ചൂട് വെള്ളമാക്കാൻ പോവാണ്. ആദ്യം ഇവിടെ തണുത്ത ജലമായിരുന്നു, ഇനി ഞാനത് ഹോട്ട് വാട്ടർ ആക്കി അല്ലെങ്കിൽ ചൂടുള്ള വെള്ളമാക്കി. അപ്പം എന്തായിരിക്കും റിയാക്ഷൻ? ആദ്യം തന്നെ സോഡിയത്തിൻ്റെ കേസ് നോക്കാം. സോഡിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? തണുത്ത ജലമായിട്ട് തന്നെ സോഡിയം ഭയങ്കര റിയാക്റ്റീവ് ആണ് അല്ലേ, വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടുള്ള ജലമാകുമ്പോൾ എന്ത് ചെയ്യും? പറയേണ്ട ആവശ്യമില്ല, തണുത്ത ജലത്തേക്കാൾ കൂടുതൽ റിയാക്ഷൻ ഉണ്ട്, റിയാക്റ്റീവ് ആയിരിക്കും സോഡിയം ചൂടുള്ള ജലത്തിൽ. ഒരു സംശയവും വേണ്ട, സോഡിയത്തിൻ്റെ റിയാക്ഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചൂടുള്ള ജലത്തിൽ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം സോഡിയത്തിൻ്റെ ചൂടുവെള്ളത്തിലുള്ള റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കാം എന്താണ്, തണുത്ത ജലത്തിൽ തന്നെ ഭയങ്കര റിയാക്ഷൻ ആകുമ്പോൾ ചൂടുള്ള ജലത്തിൽ സ്വാഭാവികമായിട്ടും വളരെയധികം റിയാക്ഷൻ ആയിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം തണുത്ത ജലവുമായിട്ട് റിയാക്ഷൻ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. തണുത്ത ജലവുമായിട്ട് റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി എന്താണ്? ചൂടുള്ള ജലത്തിലേക്ക് മഗ്നീഷ്യം ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? കുറച്ച് നേരം നമ്മളിങ്ങനെ കാത്തു നിന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് അതിങ്ങനെ റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലിങ്ങനെ ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചൂടുള്ള വെള്ളവുമായിട്ട് അല്ലെങ്കിൽ ചൂടുള്ള ജലത്തിൽ മഗ്നീഷ്യം റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ചൂടുള്ള ജലവുമായിട്ട് മഗ്നീഷ്യം റിയാക്ട് ചെയ്യും. മൂന്നാമതായിട്ടോ കോപ്പറിൻ്റെ കേസാണ് എടുക്കുന്നത്. കോപ്പർ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തണുത്ത വെള്ളത്തിൽ എന്തായിരുന്നു? റിയാക്ഷൻ ഇല്ല. തണുത്ത വെള്ളത്തിൽ കോപ്പർ റിയാക്ട് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ആലോചിച്ച് അറിയാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചൂടുള്ള ജലത്തിലാണെങ്കിലും കോപ്പർ എത്ര സമയം ഇട്ടാലും അതിന് ഒരു വ്യത്യാസവും കാണാൻ പോകുന്നില്ല. അപ്പോൾ ചൂടുവെള്ളവുമായിട്ട് കോപ്പർ റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി ഈ കോപ്പറിൻ്റെ റിയാക്ഷൻ ഓർത്ത് നിൽക്കാൻ നിങ്ങൾക്കൊരു വഴിയുണ്ട്. എന്താണെന്നറിയാം മക്കളെ? നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് കോപ്പർ പാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചെമ്പ് നമ്മൾ പാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം തിളപ്പിക്കാറുണ്ട്, വെള്ളമൊക്കെ ഒഴിക്കാറുണ്ട്. തണുത്ത വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ പാത്രത്തിൽ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അത് തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഹാനികര പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ്? കോപ്പർ പാത്രങ്ങളൊന്നും ജലവുമായിട്ട് റിയാക്ട് ചെയ്യില്ല എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കണം. അഥവാ റിയാക്ട് ചെയ്യുകയാണെങ്കിലോ നമ്മളൊക്കെ അത് കഴിച്ച് പോയിസൺ ആവേണ്ട സമയം കഴിഞ്ഞു അല്ലേ. അപ്പം നിങ്ങൾ ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. കോപ്പർ പാത്രങ്ങൾ എന്താണ്, ജലം ഒഴിക്കുന്ന സമയത്ത് അതിനൊരു റിയാക്ഷനും ഇല്ല. പിന്നെ കോപ്പർ പാത്രങ്ങൾ നമ്മൾ ജലം ഇട്ടിട്ട് തിളപ്പിക്കാറുണ്ട്, ചൂടാക്കാറുണ്ട്, അപ്പോഴും റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കോപ്പർ പാത്രങ്ങൾ. ചൂടാക്കുന്ന സമയത്ത് എന്തെങ്കിലും റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കോമ്പൗണ്ട് ഉണ്ടാവും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കോപ്പറിന് എന്താണ് മക്കളെ? തണുത്ത ജലവുമായിട്ടും ചൂടുള്ള ജലവുമായിട്ടും ഒരു റിയാക്ഷനും ഇല്ല. അതാണ് കോപ്പറിൻ്റെ കേസ്. അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് പഠിച്ചത്. ആദ്യം സോഡിയം തണുത്ത ജലവുമായിട്ട് തന്നെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ചൂടുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ, അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും സോഡിയത്തിൻ്റെ റിയാക്ഷൻ ചൂടുവെള്ളവുമായിട്ട്. മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്യില്ല, പക്ഷേ ചൂടുള്ള ജലമാകുമ്പോൾ റിയാക്ട് ചെയ്യും.
ദെൻ കോപ്പറിൻ്റെ കേസാണെങ്കിൽ തണുത്ത ജലവുമായിട്ടും ഇല്ല, ചൂട് ജലവുമായിട്ടും ഇല്ല. ഇനി നിങ്ങളോട് എന്താണെന്നറിയോ, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ മക്കളെ? ഏത് ലോഹമാണ് തീവ്രമായി പ്രവർത്തിച്ചത്? അതിൻ്റെ ഉത്തരം ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. തീവ്രമായിട്ട് പ്രവർത്തിച്ചത് ഏതായിരുന്നു? സോഡിയം. സോഡിയം എന്ന് പറഞ്ഞ ലോഹമാണ് തീവ്രമായിട്ട് പ്രവർത്തിച്ചത്. പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏത്? വാതകം ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കാണണം. അല്ലെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, മെറ്റൽസ് എപ്പോഴും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വാതകം ഏതാണെന്നറിയോ? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഈ പോയിന്റ് ഓർത്തിരിക്കാം. മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ ഏതായിരുന്നു മക്കളെ? സോഡിയം ആണല്ലേ. സോഡിയം വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ ആദ്യം കണ്ടത്. ഓക്കെ, സോഡിയം വാട്ടർ, ആ റിയാക്ഷൻ ഞാൻ എഴുതാൻ പോവുകയാണേ. സോഡിയം എന്ത് ചെയ്തു? എന്നെ നമ്മുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തു. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണ്? പ്രൊഡക്റ്റ് എന്താണ് മക്കളെ? Na+H2O കൂടി ചേർന്ന് നമുക്ക് ഉണ്ടാവുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ NaOH ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡും ഇവിടെ ഉണ്ടാവുന്ന വാതകം ഏതാണെന്നറിയോ? പ്ലസ് ഹൈഡ്രജൻ ഗ്യാസുമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതാണ് സോഡിയവും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് NaOH പ്ലസ് വാട്ടർ മോളിക്യൂൾ ഉണ്ടായി അല്ലേ. ഇത് ബാലൻസ് ചെയ്യണം. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ രണ്ടും. അപ്പോൾ ഇവിടെ എന്ത് വേണം? 2 NaOH വേണം. ഇവിടെ നമ്മൾ ഒരു 2H2 ഇട്ട് കൊടുത്താൽ കാര്യം കഴിഞ്ഞു. കണ്ടോ, ബാലൻസ് ആയല്ലോ. സോഡിയം എത്രയുണ്ട്? ഇവിടെ ഒരു 2ഉം കൂടിയുണ്ട്. ഇപ്പോൾ 2 സോഡിയം ഉണ്ട്, ഇവിടെ 2 സോഡിയം ഉണ്ട്, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2ഉം 2ഉം 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. ഇക്വേഷൻ ബാലൻസ് ആയി. അപ്പോൾ സോഡിയം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കണ്ടു. എന്താ ഉണ്ടായത്? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി. രണ്ടാമത് സിമ്പിളാണ്, മഗ്നീഷ്യം. രണ്ടാമത്തെ എന്തോ മക്കൾ പറഞ്ഞത്? മഗ്നീഷ്യം. മഗ്നീഷ്യം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണല്ലേ പറഞ്ഞത്. മഗ്നീഷ്യം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. തണുത്ത ജലവുമായിട്ട് റിയാക്ട് ചെയ്യുമോ? ഇല്ല. ചൂടുള്ള ജലവുമായിട്ട് റിയാക്ഷൻ നടക്കും. ഹോട്ട് വാട്ടറുമായിട്ടുള്ള മഗ്നീഷ്യത്തിൻ്റെ റിയാക്ഷൻ. മഗ്നീഷ്യവും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും എന്ന് പറയുമോ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, MgOH ട്വൈസ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും പിന്നെ എന്തുണ്ടായി മക്കളെ? ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി. ഓക്കെ, മഗ്നീഷ്യവും വാട്ടറും കൂടി റിയാക്ട് ചെയ്താൽ നമുക്ക് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും പിന്നെന്താണ്? ഹൈഡ്രജനും ഉണ്ടായി. ഓക്കെ, എളുപ്പമാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇത്ര കാര്യം ഓർത്താൽ മതി. മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, വാട്ടർ ഹോട്ട് ആയിക്കോട്ടെ കോൾഡ് വാട്ടർ ആയിക്കോട്ടെ, റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, കോപ്പറിൻ്റെ കേസല്ല, കോപ്പർ റിയാക്ഷൻ നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു, എക്സാമ്പിളിലൂടെ പറഞ്ഞു. കോപ്പർ പാത്രങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്? മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആയിരിക്കും. ഓർത്തിരിക്കണം എല്ലാവരും, മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിയാക്ഷനും കണ്ടു. ഇനി നമ്മൾ ഇവിടേക്ക് കടക്കാൻ പോവുകയാണേ. നേരത്തെ വന്ന പോയിന്റിലേക്ക് തന്നെ പോവുകയാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഇതാ, പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഏതാണ്? ഏതായിരുന്നു വാതകം? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം അല്ലേ, പ്രവർത്തന ഫലമായി ഉണ്ടായ വാതകം ഹൈഡ്രജൻ ആണ് ഇവിടെ ഉണ്ടായത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ഞാൻ തൊട്ട് മുന്നേ കാണിച്ചിട്ടുണ്ട്, രാസസമവാക്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് അതുപോലെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, എന്തായിരുന്നു? Na+H2O കൂടി ചേർന്നാൽ എന്ത് കിട്ടും? സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ NaOH ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ പട്ടിക ഇതുപോലെ അങ്ങ് ഓർത്തിരിക്കണം. നിങ്ങൾക്ക് ഇത് ഓർത്തിരുന്നാൽ തന്നെ കിട്ടാവുന്ന കാര്യമുള്ളൂ. ഇക്വേഷനൊക്കെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പഠിക്കാൻ, എളുപ്പമായിട്ട് എല്ലാവർക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു മക്കളെ? മെറ്റൽസിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഞാൻ പറഞ്ഞു 3 വസ്തുക്കളുമായിട്ടുള്ള റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന. മെറ്റൽസിന് ഏതൊക്കെയായിരുന്നു? 1 വാട്ടർ, 2 നമ്മൾ എയറുമായിട്ടുള്ള റിയാക്ഷൻ, 3ാമത്തത് ആസിഡ്. വാട്ടറുമായിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞു. എന്തായിരുന്നു? മെറ്റൽ പ്ലസ് വാട്ടർ നമ്മൾ
മെറ്റൽ പ്ലസ് വാട്ടർ ആയിരുന്നു നമ്മൾ ആദ്യത്തത്. മെറ്റൽ പ്ലസ് H2O നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് എന്തായിരുന്നു? മെറ്റൽ പ്ലസ് എയർ അഥവാ ഓക്സിജനുമായിട്ടുള്ള ഇതാണ് രണ്ടാമത്തത്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനെപ്പറ്റി പറയുന്ന സമയത്ത് കുറച്ച് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെയുള്ള അലുമിനിയം പാത്രങ്ങൾ, ഓക്കെ, എല്ലാവരും അലുമിനിയം പാത്രങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുക. നിങ്ങൾ കടയിൽ പോയിട്ട്, വീട്ടിൽ അച്ഛനോ അമ്മയോ കടയിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടായില്ലേ? കൊണ്ടുവരുന്ന സമയത്ത് ഈ അലുമിനിയം പാത്രങ്ങളൊക്കെ ഭയങ്കര തിളക്കമായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും? നല്ല തിളക്കമായിരിക്കും കടയിലൊക്കെ പാത്രങ്ങൾ വെച്ചിട്ടുള്ളത് കാണാൻ. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ തിളക്കമൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങും അല്ലേ? അതിൻ്റെ തിളക്കം മങ്ങി അങ്ങനെ പോവും. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ തിളക്കം ഇങ്ങനെ മങ്ങുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം ഒന്നേ ഉള്ളൂ. ആലോചിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ അലുമിനിയം പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയോ മക്കളെ? വായുവിൽ ഇങ്ങനെ തുറന്നു വെക്കുകയാണെങ്കിൽ വായുവുമായിട്ടത് റിയാക്ട് ചെയ്യും. വായുവുമായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ എന്താ? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. നീരാവിയായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ എന്താണ്? മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാതുമായിട്ടും റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവയുടെ തിളക്കങ്ങളൊക്കെ കുറയാൻ കാരണം. അപ്പോൾ ആര് ചോദിച്ചാലും പറയണം അലുമിനിയം പാത്രങ്ങൾ ഫെയ്ഡ് ആവുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അത് റിയാക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടാവുമല്ലോ. അപ്പോൾ ലോഹങ്ങളൊക്കെ കട്ട് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ സോഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. സോഡിയം കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്ത പോർഷൻ ഭയങ്കര തിളക്കമായിരിക്കും. അതിന് പറയുന്ന പേരാണ് ലോഹദ്യുതി. ഈ സവിശേഷതയ്ക്ക് നമുക്ക് ലോഹദ്യുതി എന്നാണ് മക്കളെ പറയുന്നത്. ഈ തിളക്കത്തിന് നമ്മൾ പറയും ലോഹദ്യുതി. കട്ട് ചെയ്ത പോർഷനിലുള്ള ആ തിളക്കത്തിന് നമ്മൾ ലോഹദ്യുതി. ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ വീട്ടിലുള്ള കത്തികളൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റീൽ കത്തികളൊക്കെ, അതൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ഇരുമ്പ് കത്തികളൊക്കെ മൂർച്ച കൂട്ടുന്ന സമയത്ത് ഭയങ്കര തിളക്കമായിരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുന്നതിനനുസരിച്ച് ആ തിളക്കം ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞു, ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതാണ് അല്ലേ? അപ്പോൾ എന്താണ്? അതുപോലെ ഇനി കുറച്ച് മെറ്റൽസ് ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാം, ആ റിയാക്ഷനാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. വാട്ടറുമായിട്ട് റിയാക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പുതിയ ഒരു മഗ്നീഷ്യം റിബൺ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കിട്ടും, ടീച്ചേഴ്സ് കാണിച്ചു തരുന്നതാണ് കേട്ടോ. മഗ്നീഷ്യം റിബൺ എന്താ പറയുന്നത് മക്കളെ? മഗ്നീഷ്യം റിബൺ കുറച്ച് ദിവസം വായുവിൽ ഇങ്ങനെ തുറന്ന് വെക്കണം. വായുവിൽ തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക? അതിങ്ങനെ കളർ കുറച്ച് കഴിയുന്തോറും ഫെയ്ഡായി വരും. കാരണം എത്രയേ ഉള്ളൂ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. കാരണം അന്തരീക്ഷമായുള്ള പ്രവർത്തനം. ഇക്വേഷൻ തന്നിട്ടുണ്ട്. മഗ്നീഷ്യവും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും എന്നറിയാം? മഗ്നീഷ്യം ഓക്സൈഡ് MgO ഉണ്ടാവും. റിയാക്ഷൻ ബാലൻസ് അല്ല, അപ്പോൾ നമ്മളിവിടെ 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, 2 mg, ഓക്സിജൻ 2. ഓക്കെ, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? മഗ്നീഷ്യം ഓക്സൈഡ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോൾ വായുവുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ് മഗ്നീഷ്യം റിബൺ തിളക്കം കുറയുന്നതിന് കാരണം. അതുപോലെ അലുമിനിയം പാത്രങ്ങളുടെ തിളക്കവും കാലക്രമേണ കുറയുന്നതിന് കാരണം എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോഡിയത്തിൻ്റെ തിളക്കം കുറയുന്നതിനും കാരണം എന്താണ്? സോഡിയം എന്താണ്? വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോഡിയത്തിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും ആ റിയാക്ഷൻ ഞാൻ പറയാം. എന്താണ്? സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കും. ഓക്കെ, Na+O2 റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും എന്നറിയോ മക്കളെ? Na2O. ഈ Na2 ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്താ? സോഡിയത്തിൻ്റെ തിളക്കം കുറഞ്ഞ് വരുന്നത്. അപ്പോൾ ബാലൻസ് അല്ലേ ഇക്വേഷൻ? അല്ല, ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. ബാലൻസ് ചെയ്യാനൊക്കെ എല്ലാവരും പഠിച്ചതല്ലേ? ഇവിടെ 2 സോഡിയം 2 ഓക്സിജൻ 2 ഓക്സിജൻ. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? വാട്ടറുമായിട്ടുള്ള മെറ്റൽസിൻ്റെ റിയാക്ഷനെ പറ്റി പഠിച്ചു. പിന്നെന്താണ്? ഓക്സിജനുമായിട്ടുള്ള മെറ്റൽസിൻ്റെ റിയാക്ഷനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? മെറ്റലും ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. മെറ്റൽ ആസിഡുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവരും റെഡിയല്ലേ? മെറ്റലും ആസിഡുമായിട്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. എന്താ?
ലോഹങ്ങൾ വായുമായി വ്യത്യസ്ത വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അതെ അല്ലേ? കാരണം എന്താ? എല്ലതും ഒരുപോലെയല്ല തിളക്കം നഷ്ടപ്പെടുന്നത്. ഞാൻ പറഞ്ഞു അല്ലേ, മാഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലുമിനിയം, കുറച്ച് മെറ്റൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇവയിൽ ഏറ്റവും വേഗം തിളക്കം നഷ്ടപ്പെടുന്ന ലോഹം ഏതാണ്? അപ്പം നിങ്ങൾക്ക് സോഡിയം അങ്ങനെയൊന്നും വീട്ടിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ വാട്ടറിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരിക്കും കൂടുതൽ റിയാക്ട് ചെയ്യാന്ന് വാട്ടറുമായിട്ട്. ഉത്തരം എന്തായിരുന്നു? സോഡിയം ആയിരുന്നു. അപ്പോൾ ഓക്സിജനുമായിട്ട് നോക്കുകയാണെങ്കിലും ഏത് മെറ്റലാണെന്നറിയോ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്? ഇറ്റ്സ് സോഡിയം. സോഡിയം തന്നെയാണ് ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്നത്. സോഡിയം. ആൻസർ സോഡിയം ആയിരിക്കും. ഇത്രയും എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അവയിൽ സോഡിയമാണ് ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കളർ മാറും. മുറിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡ് ആവാൻ തുടങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വായുവുമായി പ്രവർത്തിച്ച് തിളക്കം നഷ്ടപ്പെടുന്നതിൻ്റെ അവരോഹണ ക്രമത്തിൽ മുകളിൽ നൽകിയിട്ടുള്ള ലോഹങ്ങൾ എഴുതി നോക്കുക. ആരോഹണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ അവരോഹണം എന്തായിരുന്നു? വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്ന ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത്? സോഡിയമാണ് അല്ലേ? സോഡിയം മെറ്റലാണ് ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം സോഡിയം വരും. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ കോമ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഞാനിപ്പോൾ ഗ്രേറ്റർ ദാൻ ഇട്ട്. സോഡിയമാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക. പിന്നെ ഏതാണെന്നറിയാം? അപ്പോൾ സോഡിയത്തിന് നമ്മൾ 1 കൊടുത്തു. ഫസ്റ്റ് റിയാക്ട് ചെയ്ത് കളർ മാറുന്നത് സോഡിയം ആയിരിക്കും, ഓർത്തിരിക്കുക. രണ്ടാമത് ഏതാണെന്നറിയാം മക്കളെ? മഗ്നീഷ്യമാണ് രണ്ടാമതായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഏതാണ്? മഗ്നീഷ്യം. പിന്നെ വരുന്നത് മഗ്നീഷ്യമാണ് രണ്ടാമതായിട്ട് റിയാക്ട് ചെയ്യുക. പിന്നെ ഏതാണ്? കോപ്പറുണ്ട്, സ്വർണ്ണമുണ്ട്, അലുമിനിയം ഉണ്ട്. ഇതിൽ ഏതുമായിരിക്കും എന്നറിയോ ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്യുന്നത്? മൂന്നാമതായിട്ട് വരുന്നത് അലുമിനിയമാണ്. അലുമിനിയം മൂന്നാമതായിട്ട് വരും. അപ്പോൾ അലുമിനിയം ഇവിടെ എടുത്തെഴുതി. അലുമിനിയം മൂന്നാമതായിട്ട് റിയാക്ട് ചെയ്യും. അലുമിനിയം കഴിഞ്ഞാൽ പിന്നെ വരുന്നുണ്ട് കോപ്പറുണ്ട്, സ്വർണ്ണമുണ്ട്. കോപ്പർ എന്ന് പറയുമ്പോൾ Cu എന്ന് പറയും. സ്വർണ്ണം എന്ന് പറയുന്ന സമയത്ത് Au എന്ന് പറയും. ഇതിൽ അതാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോപ്പറും സ്വർണവും നോക്കുമ്പോൾ കോപ്പറാണ് മക്കളെ കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നാലാമതായിട്ട് വരുന്നത് കോപ്പറാണ്. ഏതാണ് നാലാമതായിട്ട്? കോപ്പറാണ് നാലാമതായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തത് നമുക്ക് സ്വർണം എഴുതാം. Au. അഞ്ചാമത്തത് എന്താണ്? സ്വർണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഇനി ഞാൻ ഈ ഓർഡർ എങ്ങനെ കിട്ടിയെന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരാം. നമ്മൾ അതിനൊക്കെ ഒരു ഷോർട്ട് കട്ടും ഉണ്ട്. നമുക്കൊരു ടേബിളൊക്കെ പഠിക്കാനുണ്ട്. ആ ടേബിൾ ഓർത്തിട്ടാണ് ഇപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വൈകാതെ ഞാനത് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും ഇതിൻ്റെ അവരോഹണ ക്രമത്തിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആരും തെറ്റിക്കരുത്. ഏറ്റവും പെട്ടെന്ന് സോഡിയം, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലുമിനിയം, പിന്നെ കോപ്പർ, പിന്നെ ഗോൾഡ്. ഇതാണ് അതിൻ്റെ അവരോഹണ ക്രമത്തിലുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ മക്കളെ? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. മെറ്റൽസിൻ്റെ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത്. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഒന്നും അറേഞ്ച് ചെയ്യാനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ ടെസ്റ്റ് ട്യൂബിൻ്റെ പിക്ചർ കാണിച്ചിട്ടുള്ളത്. നമുക്ക് പരിചയമായിട്ടുള്ള ഒരു ആസിഡ് തന്നെ എടുക്കാം. ഏതാ നമുക്കൊക്കെ പരിചയമായിട്ടുള്ള ഒരു ആസിഡ്? HCl. നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു ആസിഡാണ് HCl. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. ഈ HCl-ഉമായിട്ട് വിവിധ മെറ്റൽസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ മെറ്റൽസാണ് മക്കളെ എടുക്കുന്നത്? മാഗ്നീഷ്യം, ലെഡ്, സിങ്ക്, അയൺ, കോപ്പർ. ഈ മെറ്റൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് 5 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. അതിൽ ഈക്വൽ എമൗണ്ട് ഓഫ് HCl ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഓരോന്നിലേക്കും ആദ്യത്തേലേക്ക് മാഗ്നീഷ്യം ആഡ് ചെയ്യുന്നു, രണ്ടാമത്തേലേക്ക് ലെഡ് ആഡ് ചെയ്യുന്നു, മൂന്നാമത്തിലേക്ക് സിങ്ക് ആഡ് ചെയ്യുന്നു. ഓർഡർ ഞാൻ പറയുന്നതല്ല, പക്ഷെ ഞാൻ എന്താണ് പ്രൊസീജിയർ എന്നേ പറയുന്നുള്ളൂ. പിന്നെയോ അയൺ ആഡ് ചെയ്യുന്നു, കോപ്പർ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് ഈ പിക്ചറിലൂടെ നോക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറയാം. ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ ഗ്യാസ്. വെറുതെ ഒരു എക്സാമ്പിളായിട്ട്
ഓക്കെ, അത് പിന്നെ പറയാം. ഓക്കെ, ആസിഡുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? കുമിളകൾ വരും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബബിൾസ് ഏതിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഏത് മെറ്റലാണ് ആസിഡുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റും. മക്കളെ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിൽ ഏത് മെറ്റൽ ഇടുന്ന സമയത്താണ് കൂടുതൽ ബബിൾസ് ഉണ്ടായതെന്ന് എല്ലാവരും ഒന്ന് നോക്കിയേ. നിങ്ങൾ നോക്കുമ്പോൾ കാണാം നമുക്ക് എന്താണ് ഇവിടെ മഗ്നീഷ്യം എന്ന് പറഞ്ഞ മെറ്റലിലാണ് ഒരുപാട് കുമിളകൾ അല്ലെങ്കിൽ ബബിൾസ് വന്നത് മഗ്നീഷ്യത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? മഗ്നീഷ്യമാണ് ആസിഡുമായിട്ട് ഈ മെറ്റൽസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത്. മഗ്നീഷ്യത്തിന് കിടക്കട്ടെ ഫസ്റ്റ് പ്രൈസ്. മഗ്നീഷ്യം ഒന്നാമതായിട്ട് വന്നു. രണ്ടാമതായിട്ട് ഇവിടെ കുമിളകൾ നോക്കുമ്പോൾ കുറച്ച് മഗ്നീഷ്യത്തിനേക്കാളും കുറച്ച് കുറവ് കുമിളകളുള്ളത് സിങ്കിനാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, എല്ലാവരും നോക്കൂ, സിങ്കിനാണ് കുമിളകൾ കുറച്ച് ബബിൾസ് കുറച്ച് കുറവുള്ളത്. പക്ഷേ എന്നാലും ഉണ്ടല്ലേ, അയൺ സിങ്കിനേക്കാളും കുറവാണ്. അപ്പോൾ സിങ്ക് രണ്ടാമതായിട്ട് റിയാക്ട് ചെയ്യും. മൂന്നാമതായിട്ട് നോക്കുമ്പോൾ ബബിൾസിൻ്റെ എണ്ണത്തിൽ കുറച്ചും കൂടി കുറവുള്ളത് അയൺ ആണ്. അയണിന് തേർഡ് പ്രൈസ് കിട്ടി. അടുത്തതായിട്ടാണോ പിന്നെ നോക്കുമ്പോൾ എന്താ? ലെഡ്. വളരെ കുറച്ച് കുമിളകൾ, 4 കുമിളകൾ മാത്രമേ വന്നിട്ടുള്ളൂ ബബിൾസ്. ലെഡ് നാലാമതായിട്ടും. അടുത്തതായിട്ട് കോപ്പർ. കോപ്പർ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്? കോപ്പർ ഒരു കുമിള പോലും വന്നിട്ടില്ല അല്ലേ? അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കോപ്പർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കോപ്പറിൻ്റെ കേസ് നമ്മൾ വാട്ടറുമായിട്ട് നോക്കിയപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ അല്ലേ? വാട്ടറുമായിട്ട് കോപ്പർ റിയാക്ട് ചെയ്തോ? ഇല്ല. തണുത്ത വെള്ളവുമായിട്ടും അതുപോലെ ഹോട്ട് വാട്ടർ എടുത്താലും കോപ്പറിന് റിയാക്ഷൻ ഇല്ല. അപ്പോൾ കോപ്പർ ഏറ്റവും ലാസ്റ്റായിട്ട് 5ാമതായിട്ടാണ് കോപ്പർ വന്നിട്ടുള്ളത്. ഈ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ആ ഓർഡർ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? ആ ഓർഡർ എഴുതുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? മഗ്നീഷ്യം ആദ്യം വരും, പിന്നെ ഏതാണ്? സിങ്ക് വരും, പിന്നെ അയൺ വരും, പിന്നെ ലെഡ് വരും, ലാസ്റ്റ് കോപ്പറും വരും. ഇതാണ് ആസിഡുമായിട്ടുള്ള ഈ മെറ്റൽസിൻ്റെ റിയാക്ഷൻ്റെ ഓർഡർ. ഓക്കെ, എല്ലാവരും ഓർത്തിരിക്കുക, എളുപ്പമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മക്കളെ വാട്ടറുമായിട്ട് റിയാക്ഷൻ പറഞ്ഞു, ഓക്സിജനുമായിട്ട് റിയാക്ഷൻ പറഞ്ഞു, മൂന്നാമതായിട്ട് HCl-ഉമായിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ ഒരു ഓർഡർ ഇങ്ങനെ പറഞ്ഞു അല്ലേ? എന്തിൻ്റെ ബേസിലാണ് ഞാനിങ്ങനെ ഓർഡർ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പട്ടിക അല്ലെങ്കിൽ ഒരു ടേബിൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ ഓർഡറിൽ ഇങ്ങനെ എഴുതി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും നിനക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഡർ വേണം. അല്ലാതെ നമ്മൾ സോഡിയം നന്നായിട്ട് റിയാക്ട് ചെയ്യും, മഗ്നീഷ്യം കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ കോപ്പർ തീരെ റിയാക്ട് ചെയ്യില്ല എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യം തീരുമാനിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഓർത്തിരിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ എളുപ്പത്തിൽ ഈ മെറ്റൽസിനെല്ലാം അവയുടെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയോ? കൂടുതലായിട്ട് ഉള്ള മെറ്റലിനെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? ലോഹങ്ങൾ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതനുസരിച്ച് ക്രമീകരിച്ച ശ്രേണി. ഓക്കെ, ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ അനുസരിച്ച് തയ്യാറാക്കിയ ആ ശ്രേണിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിയാശീല ശ്രേണി. ക്രിയാശീല ശ്രേണിയുടെ പിക്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയാശീല ശ്രേണിയുടെ പിക്ചർ. അപ്പോൾ ഈ ക്രിയാശീല ശ്രേണിയിലെ ഓരോ എലമെൻസും എങ്ങനെയാണ് എന്നും അവയുടെ റിയാക്ഷനൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇത് ഓർത്തിരിക്കാനായിട്ടൊരു ഷോർട്ട് കട്ടുണ്ട്. ആ ഷോർട്ട് കട്ടൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ആകെ 3 കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. എല്ലാവരും വീഡിയോ ബാക്ക് അടിച്ച് കാണാം സംശയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ പഠിപ്പിച്ചതെല്ലാം ക്ലിയർ ആയെന്നും വിചാരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.